Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡ് പ്രിമിറ്റീവിലെ പ്രിസം എന്ന ഓപ്ഷനെ കുറിച്ചാണ്. അതിനായി ആദ്യം നമ്മൾ കമാൻഡ് പാനലിൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ ഓപ്ഷനായ എക്സ്റ്റെൻഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രിസം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം. ക്രിയേഷൻ മെത്തേഡ്, ഐസോസെലസ് ഉണ്ട്, ബേസ് ആൻഡ് അപെക്സ് മെത്തേഡ് ഉണ്ട്. പ്രിസം എന്ന് പറഞ്ഞാൽ മൂന്ന് വശം ഉണ്ടായിരിക്കും. ബേസ് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ ബേസ് ഒരു അപെക്സ് എന്ന മെത്തേഡാണ് വരയ്ക്കുന്നത്. അപ്പൊ ആദ്യം ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, അതായത് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യും. ഡ്രാഗ് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ പോയിന്റ് എവിടെയാണോ വേണ്ടത് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ മൂന്നാമത്തെ പോയിന്റ് എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക, അതായത് എവിടേക്കാണോ വേണ്ടത്. അതിനുശേഷം ഹൈറ്റ് കൊടുക്കുക. ഇതാണ് ആദ്യത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞാൽ ഐസോസെലസ് ആണ്. ഐസോസെലസ് പറഞ്ഞാൽ രണ്ട് ബേസിലെ ട്രയാങ്കിളിലെ രണ്ട് വശങ്ങൾ ഈക്വൽ ആയിരിക്കും. അതായത് കണ്ട രണ്ട് വശം ഈക്വൽ ആയിരിക്കും. സൈഡ് 2ഉം സൈഡ് 3ഉം കണ്ട ഈക്വൽ ആയിട്ട് പോകുന്നു. അപ്പൊ നമ്മളെ ഈക്വൽ അല്ലാത്ത വശം നമ്മൾ എത്രയാണോ വേണ്ടത് അതാണ് നമ്മൾ മൗസ് ആയിട്ട് ചെയ്യുമ്പോൾ മാറ്റാൻ പറ്റുന്നത്. അതായത് ആദ്യം ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, ഈക്വൽ അല്ലാത്ത വശല്ലേ അതാണ് നമുക്ക് മൗസ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുക. മറ്റേത് അതിനനുസരിച്ച് മാറുന്നു കാണാം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നേരെ ഹൈറ്റ് ക്ലിക്ക് ചെയ്തു. നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ മൂന്നാമത്തെ പോയിന്റും കൂടി മൗസ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഐസോസെലസിൽ രണ്ട് വർഷം ഈക്വൽ ആയതുകൊണ്ട് അടുത്ത് ഹൈറ്റ് കൊടുക്കുക. കണ്ട ഇവിടെ സൈഡ് 2ഉം സൈഡ് 3ഉം ഈക്വൽ ആണ്. ഞാൻ ഈ ഒരു വ്യൂ പോർട്ട് വലുതാക്കാൻ വേണ്ടി Alt W കൊടുത്തു, സൂം ചെയ്തു. ഇതാണ് നമ്മൾ വരച്ച രണ്ട് പ്രിസത്തിന്റെ മെത്തേഡ്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ, ഞാൻ ഈ ഒരു പ്രിസമാണ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രിസം സെലക്ട് ചെയ്തു. അതിനുശേഷം മോഡിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മോഡിഫൈ എന്ന ഓപ്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്ത പ്രിസ് ഇതാണ്. നമുക്ക് ഇതാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പ്രിസ് എഡിറ്റ് ചെയ്യുക. അതിനുശേഷം ലെങ്ത് സൈഡ് 1ന്റെ ലെങ്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം, സൈഡ് 2ന്റെ ലെങ്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. സൈഡ് 3യുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യാം. പിന്നെ സൈഡ് 1ന്റെ സെഗ്മെന്റ് കാണണമെങ്കിൽ F4 ഓൺ ആക്കി ഇടുക. അതിനുശേഷം സൈഡിന്റെ സെഗ്മെന്റ് കണ്ട, സൈഡ് 1ന്റെ സെഗ്മെന്റ്സ് കണ്ട, 1ന്റെ സെഗ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന കാണാം. സൈഡ് 2ന്റെ സെഗ്മെന്റ്സ് കണ്ട ആ ഏരിയക്ക്, അതായത് സൈഡ് 1 പറഞ്ഞാൽ ഇത്ര ഏരിയയിലേക്കാണ് സെഗ്മെന്റ് ആഡ് ആവുന്നത്. സൈഡ് 2 പറയുമ്പോൾ ഈ മേലത്തെ ട്രയാങ്കിൾ കറക്റ്റ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോലെ കണ്ട, സൈഡ് 1ന്റെ സെഗ്മെന്റ് ഇവിടെ ആഡ് ചെയ്തു, സൈഡ് 2ന്റെ സെഗ്മെന്റ് അവിടെ ആഡ് ചെയ്തു. ഇനി കറക്റ്റ് 1 സെഗ്മെന്റ് മതിയെങ്കിൽ ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. സൈഡ് 3ന്റെ സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ കണ്ട ഈ ഒരു ഫേസിൽ സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത് കാണാം. പിന്നെ ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ഹൈറ്റിൽ സെഗ്മെന്റ് ആഡ് ആവുന്നത് കാണാം. കണ്ട ഹൈറ്റിൽ ആഡ് ചെയ്യുമ്പോൾ മൂന്ന് വശത്തിൽ എറ്റ് എ ടൈമിൽ സെഗ്മെന്റ്സ് ആഡ് ചെയ്യുന്നത് കാണാം. ഹൈറ്റ് സെഗ്മെന്റ് കണ്ട, ഹൈറ്റ് സെഗ്മെന്റ് ഇതാണ് ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് പ്രിസത്തിൽ നമ്മൾ സെഗ്മെന്റ് ആഡ് ചെയ്യാം. മൂന്ന് ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് പ്രിസത്തിൽ പഠിക്കാനുള്ളത്. Thank you for watching.